എറണാകുളം കുണ്ടന്നൂരിൽ നമ്മൾ നേരത്തെ ഒരു വാർത്ത നോക്കിയിരുന്നു. അത് സ്കൂൾ ബസ്സിന് തീപിടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്കൂൾ ബസ്സിന് തീപിടിച്ചു. വിദ്യാർത്ഥികളെ എടുക്കാൻ പോയ ബസ്സിനാണ് തീപിടിച്ചിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് ഷംന അശോക് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംന, തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥികളെ എടുക്കാൻ പോയ ബസ്സായതുകൊണ്ടാണ് വലിയ ഒരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നാണ് സംഭവ സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജിൽസി, തേവര സെന്റ് മേരീസ് UP സ്കൂളിന്റെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ വിദ്യാർത്ഥികളെ പനങ്ങാട് നിന്നും വിദ്യാർത്ഥികൾ വിളിക്കാൻ പോകുന്ന വഴിയിലാണ് ഈ ബോണറ്റിൽ നിന്നും തീ ഉയർന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഡ്രൈവറായ അലക്സും ഒപ്പം തന്നെ ആയ നാരായണിയുമാണ് ബസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ബോണറ്റിൽ നിന്നും തീ ഉയരുന്നത് കണ്ട ഉടനെ തന്നെ ആ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം ഡ്രൈവറുടെയും ഒപ്പം തന്നെ ആയുടെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പിന്നീടാണ് അത് അവരുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. അപ്പോഴേക്കും ഇവിടെയുള്ള ആളുകൾ ഓടിക്കൂടി അത് തീ അണയ്ക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും പൂർണ്ണമായും ബസ് കത്തി നശിച്ച അവസ്ഥയിലാണുള്ളത്. ഏകദേശം 30ഓളം വിദ്യാർത്ഥികൾ കയറേണ്ടിയിരുന്ന ബസ്സാണ്. ഏതായാലും വലിയ ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത്. അത് ഡ്രൈവറുടെയും ഒപ്പം തന്നെ ആരുടെയും കാര്യക്ഷമമായ ഒരു ഇടപെടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീ വരുന്നത് കണ്ടപാടെ തന്നെ അവർ അണയ്ക്കാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ അത് നിൽക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് പൂർണ്ണമായും തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും സ്കൂൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത്. അതിൽ അധ്യാപകരുടെ ഒരു വിശദീകരണം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾ ബസ്സിലെ സാധാരണ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി തന്നെ അത് തയ്യാറാക്കുകയും അത് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ ബസ്സിനും ഇതുപോലെ തന്നെ ഫിറ്റ്നസ് പരിശോധന നടത്തിയ ഒരു ബസ്സാണ് എന്നുള്ളതാണ് അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ എന്തുകൊണ്ട് ഈ തീ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ. ശരി, എന്തായാലും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഒരു ബസ്സാണ് കത്തി നശിച്ചത്.